എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. എങ്ങാനും അഖിൽമാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്കെ നാശി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഷെഡിയും റേച്ചറി ഇട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പാക്കി തൂറിപ്പൊട്ടും. വൻ തോൽവിയായിരിക്കും, അല്ലെങ്കിൽ ആർക്കും വലിയ ആരുടെയും സപ്പോർട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിക്കോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അഖിൽമാരാർ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ ചിലവർ ന്യൂഡായിട്ട് ഓടുന്നു പറഞ്ഞു, തുണയിലാണ്ട് ഓടുന്നു പറഞ്ഞു, ചിലവർ പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി, ഞാൻ എനർജൈസ് ചെയ്ത് തരാം, റേക്ക് എനർജൈസ് ചെയ്ത് തരാം. അവരൊക്കെയാണ് ഇപ്പോൾ UAE-യിലുള്ളവരും പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ. നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ രേണു സുധിയും കിച്ചുവും തമ്മിലുള്ള ഈ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കണം. എന്താണ് ഈ പെട്ടെന്ന് ഈ ഒരു വഴക്ക്? ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രേണു കരഞ്ഞുകൊണ്ട് വരുന്നു, ഇപ്പുറത്ത് കരയുന്നു, അപ്പുറത്ത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കുന്ന വീഡിയോസ് ഇടുന്നു. രേണുവിൻ്റെ കഥകൾ അങ്ങനെ പോകുന്നു. കിച്ചു ആണെങ്കിൽ എന്തിനാണ് ഇത്രയും നാൾ വാതുറന്ന് പറയാത്ത കിച്ചു ഇപ്പോൾ വാതുറന്ന് പറഞ്ഞു വന്നുകൊണ്ടിരുന്നുള്ള കൺഫ്യൂഷനാണ്. ഇൻഷുറൻസ് തുക കിട്ടാറായി, അതുകൊണ്ടാണോ ഇത്രയും നാൾ പൈസ തന്ന 3 ദിവസം മുമ്പ് വരെ പൈസ തന്നിട്ടുണ്ടായിരുന്ന രേണു സുധിക്കെതിരെ കിച്ചു ഇപ്പം എത്തിയത് ഭീമമായി എത്താൻ പോകുന്ന ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള പല ചർച്ചകളും നടക്കുന്നു. അതവിടെ നടക്കട്ടെ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതല്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ തൃക്കാക്കര മണ്ഡലത്തിൽ നിൽക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അഖിൽമാരാർ വൻ തോൽവിയായിരിക്കും, അല്ലെങ്കിൽ ആർക്കും വലിയ ആരുടെയും സപ്പോർട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, തൃക്കാക്കര മണ്ഡലം ഞങ്ങളുടെ മണ്ഡലത്തിലാണ്. ഞാൻ പുറത്ത് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അഖിൽമാരാറിൻ്റെ പോസ്റ്റർ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. ആള് എന്താ പറയുക, വീടാന്തരമായിട്ട് കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനറിയാം എങ്ങനെ ആൾക്കാരെ വോട്ട് പിടിക്കണം, വോട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതൊക്കെ. സീരിയസ്ലി എനിക്കിപ്പോൾ പറയാനുള്ളത്, തുടക്കം ഞാൻ കരുതിയത് അഖിലേട്ടന് ആരും വോട്ട് ചെയ്യില്ലെന്നാണ്, ഇവിടെയുള്ള നാട്ടുകാർ ആരും വോട്ട് ചെയ്യില്ലെന്നാണ്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ തിരുത്തി പറയാട്ടോ, നിലപാടില്ലാത്തതുകൊണ്ടാണെന്നൊന്നും പറയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിക്കോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് പിടിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നത് 53% വോട്ടുകൾ, നല്ല രീതിയിൽ വോട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. 9% എന്തോ ഉണ്ടായിരുന്നുള്ളൂ. NDAക്ക് വളരെ കുറച്ചായിരുന്നു, 9-8% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ വിജയിക്കോ ഇല്ലെന്നുള്ളത് അറിയില്ല. NDA ആണ്, കോൺഗ്രസിൻ്റെ ഏരിയയാണ്, അത് ഇനി NDA വരുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ വോട്ട് പിടിക്കും. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ വോട്ട് പിടിക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ജയിക്കാനും സാധ്യതകൾ ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. ജയിക്കാൻ ഓരോ വീടും പാവപ്പെട്ടവരുടെ ആയിക്കോട്ടെ പണക്കാരുടെ ആയിക്കോട്ടെ, അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോരുത്തർ കയറി ഇറങ്ങി എല്ലാവരും കണ്ട് സംസാരിച്ച് വോട്ട് ചെയ്യാം. ഉറപ്പായിട്ടും വോട്ട് ചെയ്യാൻ പോകുന്നവർ അഖിൽമാരാറിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ആ വാക്കുകൾ വില കൊടുത്ത് വോട്ട് അഖിലേട്ടന് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു, അഖിൽമാരാർ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ ചിലവർ ന്യൂഡായിട്ട് ഓടുന്നു പറഞ്ഞു, തുണയിലാണ്ട് ഓടുന്നു പറഞ്ഞു, ചിലവർ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ ഇന്നർ മാത്രം ഇട്ടോണ്ട് ഞാൻ ഓടുന്നു പറഞ്ഞു. ബീച്ചിൽ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല പുള്ളിയുടെ. പക്ഷെ പുള്ളിയുടെ വെല്ലുവിളിക്ക് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, മോനെ നിന്റെ തിരിച്ചറിവ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അഖിലേട്ടൻ വീടാന്തരം രാവെന്നില്ല പകലെന്നില്ല ഓടി നടന്ന് ഓരോ വീട്ടിലും റോട്ടിലും ഇതൊക്കെ. പക്ഷെ സത്യം പറയാലോ, ഈ ബ്ലോക്ക് കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ് അഖിലേട്ടാ. പുറത്തിറങ്ങാൻ പറ്റില്ല. 7 മണിക്കൊക്കെ പുറത്തിറങ്ങിയാലുണ്ടല്ലോ, നിരങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരു സമയവും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട BJP-ക്കാരെ, പ്രിയപ്പെട്ട 2020-ക്കാരെ, പ്രിയപ്പെട്ട BDJS-കാരെ, എനിക്കൊപ്പം അണിനിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ.
ഇതേപോലെ തന്നെയാണ് കേട്ടോ. അഖിലേട്ടൻ എല്ലായിടത്തും നടന്ന് വോട്ട് പിടിക്കുന്നുണ്ട്. പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയിട്ട് 10 പേരൊക്കെ 10 പേര് താമസിക്കുന്ന ചേച്ചിമാർ 10 ചേച്ചിമാർ താമസിക്കുന്ന ഒരു വീട് കേട്ടോ. ചെറിയൊരു വീടാണ് ആ വീട്. അതിനുള്ളിലേക്ക് പോയി അഖിലേട്ടൻ കയറി രാത്രി അതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് മീഡിയയിലിട്ട് കാണിച്ച്. ആ ചേച്ചിമാർക്കാണെങ്കിൽ അഖിലേട്ടൻ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷത്തിലാണ് ആ 10 വോട്ടും അഖിലേട്ടന് കിട്ടും. 10 വോട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇതേപോലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും 2 പേരും വെയിലെന്നില്ല, മഴയെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല കയറി ഇറങ്ങി വോട്ട് പിടിക്കുകയാണ് ഗൈസ്. പിന്നെ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറിങ് സലൂണൊക്കെ ഉള്ളവരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെയിലും മഴയൊന്നും കണ്ട പ്രശ്നമൊന്നുമില്ല. അഖിലേട്ടൻ്റെ തൃക്കാക്കര തന്നെ വലിയ സലൂണൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ വലിയ കുഴപ്പമൊന്നുമില്ല വെയിലും മഴയൊക്കെ കൊണ്ടിട്ട്. എന്തായാലും അഖിലേട്ടനെതിരെ ഒരുത്തൻ വന്നിട്ടുണ്ട്. 10 വർഷം ഇന്ത്യ ഭരിച്ച BJP-നോട് എനിക്ക് പേഴ്സണലി ബഹുമാനം ആദരവും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇമോഷണലോ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. പിന്നെ എന്റെ വീഡിയോസിൽ പൊളിറ്റിക്സ് ആയിട്ട് ഒരു ബന്ധമുള്ള വീഡിയോസ് ഞാൻ ഇടലില്ല. പക്ഷെ അഖിൽമാരാറ് മൾട്ടിപ്പിൾ ഡാഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെ ഉണ്ടായ എരപ്പജാതി എനിക്ക് എന്താ നിലപാടുണ്ട്. അതിന്റെ നിലപാടിന്റെ ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചേ. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. സത്യം പറയുകയാണെങ്കിൽ ഈ തൃക്കാക്കര ഏത് സ്ഥലത്ത് ഏത് ജില്ലയിലാണെന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം തൃക്കാക്കര ഏത് ജില്ലയിലാണെന്ന് ഈ പറയുന്ന ഈ വ്യക്തിക്ക് അറിയില്ലെന്ന്. തൃക്കാക്കര എറണാകുളം ജില്ലയിലാണ്. തൃക്കാക്കരെങ്ങാനും അഖിൽമാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്കേനാശി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ജഡ്ഡി മാത്രല്ല ബ്രൈ വിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷെഡിയും ബ്രൈച്ചറി ഇട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പായി തൂറിപ്പൊട്ടു. എടാ മോനെ, നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പക്ഷെ നീ മിക്കവാറും കോഴിക്കോട് ബീച്ചിലൂടെ ആ കൊലത്തിൽ നടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിലേട്ടൻ്റെ പോക്ക് അത്തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഇവിടെ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചത്. 58% സീറ്റോളം പിടിച്ചിട്ടുണ്ട്. പക്ഷേ NDAക്ക് 9% എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വോട്ട് കുറവായിരുന്നു, സീറ്റുകൾ കുറവായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഈ വർഷം ചരിത്രം ഒരുപക്ഷെ മാറിയേക്കാം. എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ പോലും അഖിലേട്ടൻ നേരിട്ട് ഇറങ്ങി ചെയ്തുകൊണ്ട് ഒരുപാട് സീറ്റ് പിടിക്കും. നീ പറഞ്ഞ പോലെ സീറ്റ് മാത്രം പിടിച്ച് വിജയിച്ചില്ലെങ്കിൽ നീ രക്ഷപ്പെട്ട് എല്ലാം നിന്റെ നീ ആ കോളേജ് നടക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ പോക്കും ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് നീ മിക്കവാറും ആ കോളത്തിൽ നടക്കേണ്ടി വരും എന്നാണ്. ആരെങ്കിലും കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് ഇവന്റെ ഈ ഒരു ഇത് കാണാൻ പോകുന്നവർ ആ കോലമൊക്കെ ഒന്ന് എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടേക്കണേ. നമുക്ക് ഈ എറണാകുളത്തൊന്നും അത് കാണാൻ വേണ്ടി കോഴിക്കോട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിലപാടിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും കാണിക്കുന്നത്. കാരണം നിലപാടില്ല, മാറ്റി പറയുന്നു. അത് ശരിയാണ്, നിലപാടില്ലായ്മ ഉണ്ട് പുള്ളിക്ക്. പക്ഷെ ഓരോ വീട്ടിൽ പോയിട്ടും ആ വീട്ടിലെ ചേട്ടനാവുന്നു, അനിയനാവുന്നു, അച്ഛനാവുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് ഓരോ വീട്ടിൽ കയറി ഇറങ്ങി പറയുന്നത്. ഞാൻ ഇനി നിങ്ങളുടെ ആങ്ങളെയാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിങ്ങളുടെ ആങ്ങളെയാണ്. പിന്നെ ചിലർക്ക് ഞാൻ അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവർ വോട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നു പുള്ളി, ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചിട്ട് ഒരു 97% അഖിലേട്ടൻ വിജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്, കോട്ടയം ഈ ഭാഗത്തൊക്കെ എത്ര പേരാണ് ഇനി ഇങ്ങനെ ഏതൊക്കെ കൊല്ലത്തിൽ നടക്കേണ്ടി വരും. ഒരു കൊല്ലത്തുള്ള ഒരുത്തൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, അഖിലേട്ടൻ വിജയിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ തെരപ്പല അവൻ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞിട്ട്, ഡ്രസ്സൊന്നും ഇല്ലാണ്ട് നടക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരുത്തനും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ജില്ലയുടെ ഓരോ ഭാഗത്തുള്ളവരും ഇങ്ങനെ ഒരു വെല്ലുവിളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. NDA ആയതുകൊണ്ട് എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അഖിലേട്ടൻ വോട്ട് പിടിക്കും. നിങ്ങളുടെയൊക്കെ ഒരവസ്ഥ എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. ഏത് മണ്ഡലത്തിൽ ആര് ജയിച്ചാലും അഖിലേട്ടൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. പൊതുവെയുള്ള എൻ്റെ അഭിപ്രായം കാണാൻ നിലപാട് മാറ്റുന്നു. ഈ പുള്ളിക്കാരനൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോഴും വലിയ വാഗ്ദാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നടത്തി കൊടുത്താൽ കൊള്ളാം. പാവപ്പെട്ട ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ അഖിലേട്ടാ. ഇനി ഗുരുമന്ത്ര അപ്ഡേറ്റ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ സന്തോഷ വാർത്ത 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. വളരെ ഓഫറും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. പിന്നെ
ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് അവർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അതായത് അവർ ഇന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എനർജൈസ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി എനർജൈസ് ചെയ്ത് തരാനായിട്ട്. ഞാനത് എനർജൈസ് ചെയ്ത് തരാം. നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും പറഞ്ഞ് ഈ നിങ്ങളിപ്പോൾ വാങ്ങിയിട്ടുള്ള ബ്രേസ്ലെറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. അത് എനർജൈസ് ചെയ്ത് തരാം. രാവിലെ വെളുപ്പിനായിരിക്കും. നമ്മൾ എവിടെയാണോ നോർമൽ നമ്മുടെ ഇത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ എനർജൈസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ നിങ്ങളുടെ പ്രോഡക്റ്റും എനർജൈസ് ചെയ്ത് തരാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അയച്ചോളൂ. ഇനി അതിന് വേണ്ടിയിട്ട് വീണ്ടും പ്രോഡക്റ്റ് മേടിച്ച് പൈസ വെറുതെ കളയണ്ട. ഇവിടെ നിന്ന് തന്നെ ഗുരുമന്ത്രിയിൽ നിന്ന് തന്നെ പ്രോഡക്റ്റ് മേടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ എവിടെ നിന്നെങ്കിലും മേടിച്ചായാലും കുഴപ്പമില്ല. എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇത്രയും ചെയ്യാം. വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പേരും എന്താണോ ആവശ്യം എന്നുള്ളത് എഴുതാം. ആരും എഴുതിയാലും കുഴപ്പമില്ല, എഴുതാം. നിങ്ങളുടെ പേര് എഴുതിയാൽ മതി. എന്നിട്ട് എന്താണ് ആവശ്യം എന്നുള്ളത് എഴുതിയാലും മതി. എഴുതാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി. പേര് മാത്രം നിങ്ങൾ ആ വൈറ്റ് പേപ്പറിൽ എഴുതിയാൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഈ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. ഞാൻ എനർജൈസ് ചെയ്ത് തരാം. റേക്ക് എനർജൈസ് ചെയ്ത് തരാം. റേക്ക് എനർജൈസ് ചെയ്യാനായിട്ട് നമുക്കത് മതി. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമില്ല. ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ശേഷം ഒരുപാട് പേര് എന്നോട് സംസാരിക്കുന്നുണ്ട്, ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നത് ഞാൻ പുതിയതൊരെണ്ണം മേടിക്കട്ടെ വിവിധ, ഇത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല എന്ന്. ഇതൊക്കെ മനസ്സിൻ്റെ തോന്നലാണെന്നേ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് എവിടെ നിന്ന് ഗുരുമന്ത്രിയിൽ നിന്ന് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഗുരുമന്ത്രിയിൽ നിന്ന് മേടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചോളൂ, എനിക്ക് സന്തോഷം. അതെല്ലാം നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ച പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് എനർജൈസ് ചെയ്ത് തരാം. നിങ്ങൾ വെറുതെ അതിന് വേണ്ടിയിട്ട് വീണ്ടും പൈസ മുടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പലരോടും പറഞ്ഞത്. അഥവാ നിങ്ങൾക്ക് ഗുരുമന്ത്രി തന്നെ മേടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, വളരെ സന്തോഷം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ക്യാഷ് കളയണ്ട. ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ബ്രേസ്ലെറ്റും വെച്ചിട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ എനർജൈസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ പുറത്തുള്ളവരൊക്കെയാണ്, ഇപ്പോൾ UAE-യിലുള്ളവരും പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റേക്ക് എനർജൈസ് ചെയ്ത് തരാം. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ അങ്ങോട്ട് പോകാനോ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പുറത്തുള്ളവർ അബ്രോഡുള്ളവർ ഇപ്പോഴും ചോദിക്കുന്ന വിവിധ കൊറിയർ ഞാൻ പറഞ്ഞില്ലേ, കൊറിയറിന് ഭയങ്കര ചാർജാണ്. അതെന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാനെടുത്ത് അയച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളവിടെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ നിങ്ങളുടെ ആവശ്യവും ഇതും പറഞ്ഞ് ഒരു വൈറ്റ് പേപ്പറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പേരെഴുതുക, സംഭവം പറയുക, അയച്ചു തരാം. നമ്മളിവിടെ നിന്ന് എനർജൈസ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും